നമസ്കാരം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് നൽകിയ ശിക്ഷ വർദ്ധിപ്പിക്കണം, അത് വധശിക്ഷയാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഇപ്പോൾ ഹൈക്കോടതി തീർപ്പ് പറഞ്ഞിരിക്കുകയാണ്. 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ശിക്ഷ 20 വർഷമാക്കി ഉയർത്തിയിരിക്കുന്നു കോടതി. വധശിക്ഷ എന്ന ആവശ്യം അംഗീകരിച്ചില്ല. 20 വർഷമാക്കിയിട്ട് ശിക്ഷ വലുതാക്കുക എന്നത് മാത്രമല്ല, അതിന് ഒരു ഇളവുകളും ഉണ്ടാവാൻ പാടില്ല എന്ന് കോടതി പ്രത്യേകമായി നിഷ്കർഷിച്ചിരിക്കുന്നു. പിന്നെ 7ാം പ്രതിയുടെ ശിക്ഷയിലും ഈ നിലയ്ക്കുള്ള വർധന ഉണ്ടായിട്ടുണ്ട്. 2 പ്രതികളെ പുതുതായി കൂട്ടിച്ചേർത്തുവല്ലോ CPM നേതാക്കൾ. അവർ 2 പേർക്കും ജീവപര്യന്തം തടവും കോടതി വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ വളരെ സന്തോഷത്തോടെയാണ് അതിൻ്റെ ഹർജിക്കാർ സ്വാഗതം ചെയ്യുന്നത്. നോക്കൂ, ഇപ്പോൾ നമുക്കറിയാവുന്ന കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യമാണ്. അവിടെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഓരോ ദിവസവും ഉയർന്നു വരുന്നുണ്ട്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ്, വടകര പോലെ ഒരു സീറ്റ് തിരികെ പിടിക്കാൻ വലിയ പരിശ്രമം നടത്തുന്നു. കെ ശൈലജ അവിടെ ഫീൽഡ് ചെയ്തിരിക്കുകയാണ് CPM. അങ്ങനെയുള്ള സമയത്ത് വീണ്ടും ചന്ദ്രശേഖരൻ വധക്കേസും അതിൻ്റെ മറ്റ് സംഗതികളൊക്കെ ഉയർന്നു വരികയും വികസിക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്തുമാത്രം പ്രതിഫലനം ഉണ്ടാക്കുന്നതാണ്, CPM എന്തുമാത്രം പ്രയാസം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മൾ ആദ്യം. അജിംസ്, നോക്കൂ, ഇത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 3:30 വരുന്നത്. അതേ 3:30 MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി CPM കാൻഡിഡേറ്റുകളെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ വിധിയിലേക്ക് എല്ലാവരും പോവുകയും എല്ലാവരുടെയും ശ്രദ്ധ പോവുകയും ചെയ്തു. അപ്പോൾ CPM സംബന്ധിച്ച് വടകര അവരൊരു അഭിമാന പോരാട്ടമായിട്ട് കാണുകയും അതിനുവേണ്ടി കുറേ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ശൈല ടീച്ചറൊക്കെ അവിടെ ഫീൽഡ് ചെയ്തിട്ട്. ഇത് അതിന് എതിരായി പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു ഘടകമാണോ? ചന്ദ്രശേഖരൻ വധക്കേസ് ഇപ്പോഴും അതേ വൈകാരിക മൂല്യത്തോടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിനകത്ത് നിൽക്കുന്നുണ്ടോ? 2012 ഈ സംഭവം ഉണ്ടായതിനു ശേഷം 2014 വിചാരണ കോടതിയുടെ വിധി വരുന്നത്. 2016 LDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. അത് ടി പി ചന്ദ്രശേഖരൻ കേസ് കത്തി നിന്ന സമയത്താണ്. ആ കത്തിക്കുന്ന ഉടനെ തന്നെ മറ്റ് ചില വിവാദങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സോളാർ കേസ് പോലുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. 2016 ഏതായാലും ആ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ജയിക്കുകയാണ്. ആരാണ്? ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ കുലം കുത്തി എന്ന് വിളിച്ച പിണറായി വിജയനെ ജനങ്ങൾ വോട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ CPM LDF വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റി. അപ്പോൾ അതിനർത്ഥം കേരളത്തിൽ എമ്പാടും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് കത്തി നിൽക്കുന്നത് LDF CPM തിരിച്ചടിയാവുമെന്ന് കരുതേണ്ട കാര്യമില്ല. കാരണം അതിനു മുമ്പുള്ള അനുഭവം അങ്ങനെയല്ല. അതേസമയം വടകരയെ സംബന്ധിച്ച് നിഷാദിച്ച് കറക്റ്റാണ്. വടകര കാരണം ടി പിയുടെ നാടാണ്. അവിടെ എല്ലായിടത്തും ഈ ടി പി ഓർക്കപ്പെടുന്ന ഒന്നാണ്. മാത്രവുമല്ല, വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിലെങ്കിലും ഈ കേസായിരിക്കും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം. അപ്പോൾ ഈ കോടതി വിധിയെ തുടർന്ന് ഈ ഇലക്ഷൻ വരുമ്പോൾ അവിടെ പൊതുവെ താരതമ്യേന ജനപ്രീതി കൂടുതലുള്ള കെ ശൈലജയെ പോലൊരു കാൻഡിഡേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അവരൊരു ജയസാധ്യത ബാധിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ട് വടകരയിൽ കെ ശൈലജ പ്ലേസ് ചെയ്യുന്നതിനെക്കുറിച്ച് പലതരം സിദ്ധാന്തങ്ങളുണ്ടല്ലോ. അത് ശൈലജ തോൽക്കണം, അവിടെ നിന്ന് തോൽക്കണം, ജയിച്ചാലും നല്ലതാണ്, തോറ്റാലും നല്ലതാണെന്നുള്ള സിദ്ധാന്തമുണ്ട്. ജയിച്ചാൽ പാർലമെൻറ്റിലേക്ക് പോയിക്കോളും, തോറ്റു കഴിഞ്ഞാൽ അവർക്കൊരു തിരിച്ചടിയാവും, അത് ചിലർ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള സിദ്ധാന്തങ്ങളുണ്ട്. പക്ഷേ എന്തായാലും ആ മണ്ഡലത്തിൽ അത് ഒരു പ്രശ്നം തന്നെയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ അതല്ല പ്രശ്നം. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഈ പ്രതികൾക്ക് വിചാരണ കോടതി ശിക്ഷ വിധിച്ചതിന് ശേഷം 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്. അപ്പോൾ PK കുഞ്ഞനന്തൻ ഈ ജയിൽവാസം അനുഷ്ഠിക്കുന്നതിന് മരിച്ചുപോയി. 2018 365 ദിവസത്തിൽ 220 ദിവസം അദ്ദേഹം പരോളിലായിരുന്നു. കൊടിസുനി അതുപോലെ ഈ അണ്ണൻ സിജിത്ത് അങ്ങനെയുള്ള ആളുകളെ പറ്റി ആ കാലഘട്ടങ്ങളിൽ ഈ CPM വക്താക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവരാരും ഞങ്ങളുടെ പാർട്ടിക്കാരല്ല, അവരേതോ കൊട്ടേഷൻകാരാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതേ കൊട്ടേഷൻകാരനായ കൊടിസുനി പരോളിൽ ഇറങ്ങിയിട്ട് ഒരു റിസോർട്ടിൽ ലഹരി പാർട്ടി നടത്തിയിട്ട് പോലീസുകാരെ വിട്ട് അറസ്റ്റ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ പരോൾ ലഭിക്കുക എന്നുള്ളത് ഒരാളുടെ അവകാശമൊക്കെയാണ്. പക്ഷേ അവിഹിതമായി അനിയന്ത്രിതമായി പരോൾ ലഭിച്ചിരുന്നു ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക്. ഷാഫിയുടെ കല്യാണത്തിന് ഇപ്പോഴത്തെ സ്പീക്കറായ തലശ്ശേരി MLA പോയി നടത്തി കൊടുക്കുന്നു. അപ്പോൾ അതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഇടത് സഹയാത്രിൻ്റെ കമൻറ്റ് എങ്ങനെയാണ്? അതിപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കാർ പല കേസുകളിലും പെടും, അവരുടെ കല്യാണത്തിന് ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പാർട്ടിക്കാർ, മുമ്പ് കൊട്ടേഷൻകാരെന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞവരെ ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാരായിട്ട് പോലും കാണുന്നുണ്ട്. അപ്പോൾ പരോളിലിറങ്ങി ജയിലിലിരുന്നു കൊണ്ട് അവർ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്ത് കൊട്ടേഷൻ കൺട്രോൾ ചെയ്യുന്നു, സ്വർണ്ണക്കടത്ത്, സ്വർണ്ണം പൊട്ടിക്കൽ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ അമിതമായ പ്രിവിലേജുകൾ അവർ ജയിലിൽ തന്നെ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. പരോൾ ലഭിക്കുക മാത്രമല്ല, നിഷാൻ ഓർമ്മയുണ്ടാവും, 2019-20 ഒരു 1875 പ്രതികൾക്ക് ഈ ശിക്ഷാ ഇളവ് കൊടുക്കാൻ വേണ്ടിയുള്ള ശുപാർശ ജയിൽ വകുപ്പ് സർക്കാരിലേക്ക് അയച്ചിരുന്നു. അതിൽ 1ാം പേരുകാരൻ കൊടിസുനിയായിരുന്നു. അതായത് അപ്പോൾ ഇവർ കൊടും ക്രിമിനലുകൾ എന്ന് വിശേഷിപ്പിക്കേണ്ട, ഒരു കാരണവശാലും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ സാധിക്കാത്ത കുറേ ആളുകൾക്ക് വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുകയാണ്. അവർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നു,
കൊല്ലത്തിൽ ഒരുപാട് സമയം അവർക്ക് പരോൾ ലഭിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊരു സിസ്റ്റത്തെ എത്രമാത്രം അവർ തള്ളി പറഞ്ഞാലും അവർക്കതിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ല. അങ്ങനെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മൾ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി കണ്ടതാണ്. പാർട്ടിക്ക് വേണ്ടി സകല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ചെയ്തുകൊണ്ട് തന്നെ ഒഴിവാക്കിയായിരുന്നു പാർട്ടി. അതിൽ പ്രതിഷേധിച്ചാണ് ഒരു വളരെ ജനപ്രിയനായ, വളരെ സൗമ്യനായ, ഒരു കാലത്തും ഒട്ടും വയലൻ്റ് അല്ലാത്ത ഒരു ലോക്കൽ സെക്രട്ടറിയെ കുത്തിക്കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇതൊരു ഭൂതത്തെ കൊടന്നിറന്നു വിടുന്ന പോലെയാണ്. ഇവർക്കത് ഒരിക്കലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ഒഴിവാക്കാൻ കഴിയില്ല. എത്രമാത്രം അവരത് മാനസികമായിട്ട് തള്ളി പറഞ്ഞാലും അതിനെ ഒഴിവാക്കാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇവിടം കൊണ്ടും തീരുന്നില്ലല്ലോ. ഇപ്പോൾ മോഹനൻ മാസ്റ്ററെ പ്രതിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് RMP സുപ്രീം കോടതിയിൽ പോകാൻ പോവുകയാണ്. അതുകൂടി അതിൻ്റെ ഒരു ഒന്നും വേണ്ട, അതിൻ്റെ ഒരു വാദമോ മറ്റോ ഈ ഇലക്ഷൻ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇത് അതിൽ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇത് ശരിക്കും ഒരു പാഠമാണ്. TP ചന്ദ്രശേഖരൻ കേസ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, CPM മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പാഠമാണ്. വയലൻസിന് ജനാധിപത്യത്തിൽ ഒരു സ്ഥാനവുമില്ല എന്നവർ ഇനിയെങ്കിലും തിരിച്ചറിയണം. ഓക്കെ, സാറിനെന്താണ് തോന്നുന്നത്? പ്രത്യേകിച്ച് വടകരയിലെങ്കിലും ഇപ്പോൾ KK ശൈലജയെ പോലെയുള്ള അക്സെപ്റ്റൻസ് ഉള്ള ഒരാളെ അവതരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ അത് വടകര പിടിക്കാമെന്ന് CPM ആലോചിക്കുമ്പോൾ ശൈലജയ്ക്കെങ്കിലും ഇതിന് മറുപടി പറയാതെ പോകാൻ കഴിയില്ല എന്നൊരു സന്നിധാനത്ത് വരുമോ? വാസ്തവത്തിൽ ഞാനിതിനെ തെരഞ്ഞെടുപ്പിന് ഉപരിയായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിഷാദ്. ഇപ്പോൾ അജിംസ് പറഞ്ഞു നിർത്തിയ ഒരു സംഗതിയുണ്ട്. ഇതിപ്പോൾ രാഷ്ട്രീയ കൊലപാതകമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഏറ്റവും വളരെ ദീർഘമായ ചർച്ച നടന്നൊരു കേസാണ്. ജയിലിന് പുറത്ത് അല്ലെങ്കിൽ കോടതിക്ക് പുറത്ത് CPM എപ്പോഴും വാദിച്ചത് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല, ഞങ്ങൾക്കതിൽ പങ്കില്ല, ഔദ്യോഗികമായി CPM-ൻ്റെ പങ്കാളിത്തത്തോടെയുള്ള കൊലപാതകമല്ല എന്നാണ് വാദിച്ചത്. എന്നാൽ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കണം, അല്ലെങ്കിൽ പ്രതികൾക്ക് കടുത്ത ശിക്ഷ കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾക്ക് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റ് B രാമൻപിള്ള കോടതിയിൽ പറഞ്ഞ എന്താണെന്നറിയുമോ? ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, അത് കേരളത്തിൽ സാധാരണമാണ് എന്നാണ്. അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കാണാൻ കഴിയില്ല, അതുകൊണ്ട് ഇതിന് വലിയ ശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നാണ്. അതിലൊരു വൈരുദ്ധ്യം ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു വശത്ത് CPM ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് ആരോപിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കോടതിയിൽ ശിക്ഷ ഇളവിന് ഒരുപക്ഷെ സഹായിച്ചേക്കുമെന്ന മട്ടിൽ ഇങ്ങനെയൊരു വാദം ഉയർത്തുന്നത്. അത് ശിക്ഷ ഇളവിന് സഹായിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, കടുത്ത ശിക്ഷ കിട്ടാൻ കാരണമായി എന്നുള്ളതാണ് ഈ കോടതി വിധിയെക്കുറിച്ച് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതുവരെയുള്ള ആ ശിക്ഷയ്ക്ക് പുറമേയുള്ള ചില കാര്യങ്ങൾ, 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക്, 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7-ാം പ്രതിക്കും ഈ ഗൂഢാലോചന 120B പ്രകാരമുള്ള ഒരു ജീവപര്യന്തം കൂടി കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമായി മാറുകയാണ്. 1 മുതൽ 8 വരെ പ്രതിക്കും 11-ാം പ്രതിക്കും ഈ ഇരട്ട ജീവപര്യന്ത കാലയളവിനുള്ളിൽ 20 വർഷം വരെ അവർക്ക് യാതൊരു ഇളവുമില്ല. അതിൽ 20 വർഷം എന്ന് പറയുമ്പോൾ ഈ 10 വർഷത്തിന് മേലെയായി ഒരു കിടക്കുന്നു. അപ്പോൾ അത് ഒഴിച്ചുള്ള ബാക്കി 8 വർഷമായിരിക്കും അതിന് വരുന്നുണ്ടാവുക. ഒരു ഇളവിനും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്നാലോ അതിൽ തീരുന്നില്ല. ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക്, 5ഉം 7ഉം വരുന്ന പ്രതികൾക്ക് അതിന് ശേഷമാണ് ഈ ജീവപര്യന്തം അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ അവർ അത്രയും കാലം വീണ്ടും തുടരേണ്ടി വരും. അപ്പോൾ കടുത്ത ശിക്ഷ എന്ന നിലയിൽ നമുക്കിതിനെ കാണേണ്ടി വരും. ഇതുവരെ കീഴ്ക്കോടതി വിധിച്ചതിനേക്കാൾ കടുത്ത ശിക്ഷ തന്നെ കൊടുത്തിരിക്കുന്നത്. അതെവിടെയാണ് അത് നിലനിൽക്കുന്നത്, അതിൻ്റെ പ്രാധാന്യം വരുന്നത്? ഇതൊരു രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഈ ശിക്ഷ വിധിക്കുന്നത് എന്നുള്ളതാണ്. അതായത് രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ വേരറുക്കുക, അങ്ങനെ ഒരു പ്രവണതയുടെ വേരറുക്കുക എന്ന ലക്ഷ്യം ഈ കോടതി വിധിക്ക് പിന്നിൽ ഉണ്ട് എന്ന് നമ്മൾ കാണണം. അത് സഹായിച്ചു കഴിഞ്ഞാൽ അത് കേരളീയ സമൂഹത്തിൽ ഇപ്പോൾ പല കാര്യങ്ങളും, എനിക്കൊന്ന് മുൻപ് നമ്മൾ ഒരു വിഷയം ചർച്ച ചെയ്തപ്പോൾ ഇപ്പോൾ ഹെയ്റ്റിനെതിരായിട്ട് ചില നടപടികൾ എടുക്കുക, ഹെയ്റ്റ് സ്പീച്ചിനെതിരായിട്ട് ചില നടപടികൾ എടുക്കുന്നത് ചില ഭാഗത്തെങ്കിലും ചില ഗുണം കേരള രാഷ്ട്രീയത്തിൽ ചെയ്തിട്ടുണ്ട്. അതിന് സമാനമായി രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഇത്രയും കടുത്ത ശിക്ഷ കിട്ടുമെന്നൊരു തോന്നൽ ഉളവാക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഗുണം ചെയ്യും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല അതേസമയം തന്നെ ഇതിനെ ഒരു എന്താണ് പറയുക, വധശിക്ഷയിലേക്ക് കൊണ്ടുപോകണമെന്ന ആ ആർഗ്യുമെൻറ്റിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. കാരണം വധശിക്ഷയ്ക്ക് ഞാൻ എതിരാണ്. മാത്രമല്ല എല്ലാ കേസുകളും വധശിക്ഷയിലേക്ക്, അല്ലെങ്കിൽ അത് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കണ്ടെത്തി വധശിക്ഷയിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ, അതായത് ജയിലിലൂടെ നിർവഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശിക്ഷയിലൂടെ ആവശ്യപ്പെടുന്ന ഈ മാനസാന്തരം എന്നതുൾപ്പെടെയുള്ള അല്ലെങ്കിൽ കറക്ഷൻ എന്നുൾപ്പെടെയുള്ള ആ പ്രോസസ്സിനെ ഇല്ലാതാക്കുന്നതാണ്. അത് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ആലപ്പുഴയിലെ ഒരു കോടതി നമ്മൾ കണ്ടതാണ്, ഒരു കൊലപാതക കേസിൽ 15 പ്രതികൾക്കും വധശിക്ഷ അങ്ങ് വിധിക്കുകയാണ്. ശിക്ഷാവിധി കേൾക്കാൻ വന്ന ആളുകൾക്ക് കിട്ടിയില്ല എന്ന് മാത്രം, വധശിക്ഷ കിട്ടിയില്ല എന്ന് മാത്രം, അങ്ങനെ പറയേണ്ടി വരികയാണ് അല്ലേ? അത് ഒരാളെ കൊന്നതിന് 15 പേർക്ക് ഒന്നിച്ച് എല്ലാവർക്കും ഒരേ നിലയിൽ ഇങ്ങനെ വധശിക്ഷ വിധിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ ഗൂഢാലോചകരെ കൂടി
ശിക്ഷിക്കുന്ന ഒരു സംഭവം ആദ്യമായിട്ടോ അതും ശരിയാണ്. അപ്പം അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ചില സിഗ്നൽസ് ഈ കോടതി വിധിയിലുണ്ട് എന്നത് തന്നെയാണ്. അത് രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇനിയും ഇപ്പം തന്നെ കുഞ്ഞനന്തൻ്റെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷമാണ് ഇവിടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് വടകരയിൽ അതിൻ്റെ തുടർച്ചയായി ചിലപ്പോൾ മറ്റ് മണ്ഡലങ്ങളിലുമൊക്കെ അത് വന്നുകൂടായില്ല. പക്ഷെ ഞാൻ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഇത് കേരള രാഷ്ട്രീയത്തിൽ ആകെപ്പാടെ തന്നെ. കാരണം കെ രമ അനുഭവിച്ച ഒരു വേദനയുണ്ട് അല്ലേ, നമ്മൾ ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല. അന്നത്തെ കെ രമയെ കാണുക, ഇന്ന് വളരെ ബോൾഡായിട്ട് നിന്നിട്ട് ഈ വിധിയെക്കുറിച്ച് സംസാരിക്കുന്ന കെ രമയെ കാണുക, അത്രയും മാറ്റം അവർക്കുണ്ടായി. അത് നല്ലതായിട്ടാണ് നമ്മൾ കാണേണ്ടത്, അല്ലാതെ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ടില്ല. പലരും അവരതൊക്കെ മറന്നിപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നത് എന്തുമാത്രം വഞ്ചനാപരമാണ്. അദ്ദേഹത്തെ കൊന്നതും പോരാ, അവർ അതിലൂടെ ഒടുങ്ങണമായിരുന്നു എന്ന് ചിന്തിക്കുകയും കൂടി ചെയ്യുന്നത്. അപ്പോൾ ആ ബോൾഡായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കെ രമയെ കൂടി നമ്മൾ കാണാൻ കഴിയുന്നു എന്നതുകൂടിയാണ് ഇതിൻ്റെ പോസിറ്റീവായ വശം. എന്തായാലും കോടതി കമൻറ്റ് ചെയ്തതുപോലെ കേരളീയ പൊതുസമൂഹത്തെ ഭയപ്പെടുത്തിയ ഒരു കൊലപാതകമായിരുന്നു TPയുടെ എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അത് ശരിയാവണ്ണമുള്ള ശിക്ഷ കൊണ്ട് കോടതി അതിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നത് ആ നിലയ്ക്ക് പോസിറ്റീവായിട്ടുള്ള സംഗതിയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളിലേക്ക് കൂടി ഒരു പരിധിവരെ എത്താൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൂടി ഈ കേസിൽ കാണേണ്ട കാര്യമാണ്. രണ്ടാമത് സംസാരിക്കുന്നത് നോക്കൂ, കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ മത്സര ചിത്രം ഏതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. BJPയുടെ NDAയുടെ മാത്രം പട്ടിക വന്നാൽ മതി. അതിൽ തന്നെ അവരുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ നമുക്കിപ്പോൾ ആരാണ് മത്സരിക്കുന്നതെന്ന കാര്യത്തിൽ വ്യക്തത വന്നു. ഇപ്പോൾ തൃശ്ശൂരിലും ആറ്റിങ്ങിലുമൊക്കെ CPIMൻ്റെ സ്ഥാനാർത്ഥി പട്ടിക MV ഗോവിന്ദൻ 3:30 വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ഓൾമോസ്റ്റ് എല്ലാ MP-മാരും കോൺഗ്രസിന് വേണ്ടി UDFന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. ലീഗിൻ്റെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ. ചില മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. എനിവേ മത്സര ചിത്രം തെളിയുമ്പോൾ പല സംഗതികളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ശോഭന BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. നമുക്കറിയാമല്ലോ, തൃശ്ശൂരിലെ BJP പരിപാടിയിൽ ശോഭന പങ്കെടുക്കാൻ വന്നതിന് ശേഷം അവർ BJP അനുഭാവത്തിലേക്ക് പോകുന്നുള്ള ചർച്ചകൾ ഒരു വശത്തുണ്ട്. എന്ന് സുരേഷ് ഗോപി അവകാശപ്പെടുന്നു തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന്. അവർ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് ശശി തരൂർ പറയുന്നു, ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്ന്. അങ്ങനെ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സാണ്. നമ്മൾ തെരഞ്ഞെടുപ്പിനെ കൂടി സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. സാർ എന്താണ് തോന്നുന്നത്, മത്സര ചിത്രം പൊതുവേ തെളിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ഒരു മൂഡ് എന്താണ്? അതിനകത്ത് തന്നെ എന്തൊക്കെ പ്രധാനപ്പെട്ട സംഗതികളിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചിന്ത ലോക്കായി കിടക്കുന്നത്? പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ CPM-ഉം CPI-യും പിന്നെ അവരുടെ കൂടെ നിൽക്കുന്ന കേരള കോൺഗ്രസും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരൊരു സജ്ജമായിട്ട് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രവുമല്ല, അവർ അതിൽ ഏറ്റവും യോഗ്യരാണെന്ന് കാണുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഈ സന്ദർഭത്തിൽ ഒരു നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഏറ്റവും നല്ല ആളുകളെ തന്നെ ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പൊതുവിൽ അംഗീകരിക്കുന്ന ഒരു കാര്യവുമാണ്. അതിലിപ്പോൾ തർക്കങ്ങൾ പലതും ഉണ്ടാവുമായിരിക്കും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫീൽഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പാനലിനെയാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ സുനിൽകുമാറിനെ കിട്ടുന്ന ഒരു സ്വീകാര്യത, അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ എളമര കരീമാണെങ്കിൽ പോലും എം കെ രാഘവനോട് നേരിടാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ, പിടിച്ചു നിൽക്കാൻ ഏറ്റവും ശേഷിയുള്ള ഒരാളെന്ന നിലയിൽ കാണുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട്. അതുപോലെ തന്നെ കെ ശൈലജയുടെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ കണ്ണൂരിലാണെങ്കിലും സുധാകരനെതിരെ മത്സരിക്കുമ്പോൾ MV ജയരാജൻ്റെ ഒരു പോപ്പുലർ ബേസ് അത് ഇതാവും. അപ്പോൾ അങ്ങനെ ഒരു സംഗതി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഇടതുമുന്നണിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായി എന്ന് നമുക്ക് പറയാനും കഴിയില്ല. അത് ഇപ്പോൾ തൊട്ടടുത്ത ദിവസം പിന്നെ UDFൻ്റെ ഒരു ലിസ്റ്റ് വരുന്നതോടുകൂടി അത് ചിത്രം അവർക്കും പിന്നെ വളരെ സജീവമായി മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യമാവും. NDAയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശോഭനയുടെ കാര്യം പറഞ്ഞു. ശോഭന വരികയാണെങ്കിൽ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നതിന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരാളും കൂടി സംഖ്യയാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പറയുന്നതല്ല, ഒരാളും കൂടി ഒരു ലേഡി, അത് സിനിമാ രംഗത്ത് നിന്നുള്ളതാണെങ്കിൽ അങ്ങനെ ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാവുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴും ഏത് സമയത്തായാലും ഒരു വനിതാ സ്ഥാനാർത്ഥി ഈ സമയത്ത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ കേന്ദ്രമന്ത്രി പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ മത്സരിക്കാൻ റെഡിയായി നിൽക്കുകയാണ് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതിന് പാരവയ്ക്കുന്ന ഒരു സംഗതിയായി അത് മാറുമോ എന്നുള്ളത് സംശയിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവർക്ക് അപ്പോൾ മാത്രമല്ല, ശോഭന അവരുടെ പൊളിറ്റിക്സ് അവർ പറയാനൊരു അവസരം അവർ തുറന്നു പറഞ്ഞു. ഞാൻ BJPയോടൊപ്പമാണ് എന്ന നിലയ്ക്ക് അവർ മുന്നോട്ട് വരികയാണെങ്കിൽ അവരെ എതിർക്കാനും നമുക്കൊരു
ഒരു സുഖം ഉണ്ടാവും, ഒരു ഗ്രൗണ്ടായി. കാരണം ഒരാവശ്യമില്ലാതെ ഒരാളെയും ഇപ്പം നമ്മൾ അങ്ങനെ ബ്രാൻഡ് ചെയ്തിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് അവർ കൃത്യമായി പറയട്ടെ അവരുടെ പൊളിറ്റിക്സ്, അവരെ ചോദ്യം ചെയ്യാൻ നമുക്ക് ആ ചോദ്യം ചെയ്യാനുള്ള ഒരു സന്ദർഭം കൂടി ഉണ്ടാവുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ പറയും. പക്ഷേ NDAയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞാൻ വിചാരിക്കുന്നത് ഈ രണ്ട് മുന്നണികളെ അപേക്ഷിച്ച് കൂടുതൽ പ്രയാസകരമാവുന്നത് അവർക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞാൽ പക്ഷേ കേരളത്തിൽ തിരഞ്ഞെടുപ്പിന് നിർണ്ണയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾ ഈ ഹിന്ദുത്വ ഭരണകൂടം വീണ്ടും അധികാരത്തിൽ വരണോ വേണ്ടയോ എന്ന ചോദ്യത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതനുസരിച്ച് തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഹിന്ദുത്വ ഭരണകൂടം അല്ലെങ്കിൽ ഗവൺമെൻറ് ഇനി വീണ്ടും അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് വരും എന്നുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തോന്നിക്കുന്ന അവസ്ഥയുണ്ട് ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കാതലായ ചോദ്യം, അതിനോട് ഏറ്റവും ശക്തമായി പോരാടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ആരായിരിക്കും കേരളത്തിൽ? കക്ഷി ഏതാണ്? ഈ കക്ഷി ഏതാണെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പോലും അത് വന്നുകൂടായില്ല. ഇപ്പോൾ NK പ്രേമചന്ദ്രൻ്റെ കാര്യത്തിൽ ഈ പറയുന്നത് ചെറിയ കാര്യമല്ല എന്നെനിക്ക് അഭിപ്രായമുണ്ട് ഇപ്പോൾ. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പദ്ധതി പ്രഖ്യാപനത്തിൽ, പദ്ധതിയുടെ ഏതാണ് എന്ന് ഞാൻ മറന്നു, പിന്നെ പ്രസംഗിച്ച സമയത്ത് മോദി ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കും, അത് പൂർണ്ണമായും പിന്നെ നടപ്പിൽ വരുന്നവരെ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് അതിനകത്തുണ്ടാവും, അത് വലിയ സംഭവമാണ് എന്ന രീതിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞ ദിവസം. എന്നിട്ട് പിന്നെ പോയി പിന്നെ UDFൻ്റെ എന്തോ പ്രചാരണ യോഗത്തിൽ ഭയങ്കരമായിട്ട് മോദി വിരുദ്ധമായി അതും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്ഥാനാർത്ഥിയെ മാത്രമായിട്ട് അങ്ങെടുത്ത് പറയുകയല്ല, ഇതുപോലുള്ള ഒരു പ്രൊഫൈലോടുകൂടിയാണ് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് അത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായിട്ടും ഇപ്പോഴത്തെ ഘട്ടത്തിൽ അവരൊരു വോട്ട് ബാങ്കായിട്ട് കേരളത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ടോ, നിൽക്കുന്നുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. പക്ഷേ ആ ചിന്താഗതിക്ക് നല്ല ബലം വരും കേരളത്തിൽ. അതായത് ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ ഇല്ലയോ, ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണോ. കേവലം കേരളത്തിലെ മാത്രം പൊളിറ്റിക്സ് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പ് ആയിരിക്കില്ല ഇത് എന്നാണ്. അതും ഉറപ്പായിട്ടും ചർച്ച ചെയ്യും. ഇപ്പോൾ വീണയുടെ വിഷയം ഒക്കെ ചർച്ചയ്ക്ക് വരുമായിരിക്കും. പക്ഷേ എന്നാലും അതിലേറെ വോട്ടിനെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമായിട്ട് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു പ്രാധാന്യം വരും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ജിംസ്, കേരളത്തിൻ്റെ ഒരു പൊതുമനസ്സ് സംസാരിക്കുന്ന ഒരു വിഷയം, മോദിയോട് മുട്ടാൻ ആരാണ് ഫാർ ബെറ്റർ എന്നതിനെക്കുറിച്ച് ആലോചിക്കുമല്ലോ. ആ ആലോചനയുടെ നേട്ടം ഈ മൊമെൻറ്റിൽ ആരാണ് എൻഗാഷ് ചെയ്യുന്നതാണ് തോന്നുന്നത്? രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിൽ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ഒക്കെ UDF കിട്ടിയാൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്ന് കേൾക്കുന്നു. അപ്പോൾ പിന്നെ മെറിറ്റിൽ വെച്ചിട്ടുള്ള ഡിസ്കഷനാണ്, പോരാട്ടമാണ്, മറ്റേ ഈ വൈകാരിക അതിരേകമൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സീൻ എന്താണ് കാണുമ്പോൾ തോന്നുന്നു? മോദി വീണ്ടും വരും, ഈ മോദി മൂന്നാമതും വരും എന്നൊരു തോന്നലുണ്ടാക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്, BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം മോദിക്ക് ആ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം എപ്പോഴും പറയുന്നു. ജൂണിൽ ഞങ്ങൾ വേറെ ബഡ്ജറ്റ് അവതരിപ്പിച്ചോളാം എന്ന് പറയുന്നു. ഞങ്ങൾ ഭൂരിപക്ഷം ഉയർത്തുമെന്ന് പറഞ്ഞു. 370 സീറ്റ് BJPക്ക് ഒറ്റയ്ക്ക് ലഭിക്കും, 400 മൊത്തം NDAക്ക് ലഭിക്കും എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു. അപ്പോൾ 2019 ഒരുപക്ഷെ ഇതേക്കാൾ കൂടുതൽ മോദിക്കെതിരെ എതിർപ്പുകളുണ്ടായിരുന്നു. റഫാൽ അഴിമതി കേസുണ്ട്, ചൗക്കിദാർ ചോർഹ എന്ന പ്രമേയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിരന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് വളരെ പെട്ടെന്ന് പുൽവാമ ഉണ്ടാവുന്നതും പുൽവാമയുടെ മൊത്തം ചിത്രം മാറി തെരഞ്ഞെടുപ്പ് തൂത്തുവാരുകയാണ് BJP ചെയ്തത്. അപ്പോൾ ഈ തവണ എന്താണ് ഒരു നാഷണൽ ഫീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വരും എന്നൊരു ആത്മവിശ്വാസം ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ BJPക്ക് കഴിയുന്നുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ മോദി പിന്നെയും വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ മോദിയുടെ ഒരു സർവാധികാര പ്രമത്തതയെ ചോദ്യം ചെയ്യാൻ ആര് വേണം എന്നൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായും എല്ലാ വോട്ടർമാരുടെ ഉള്ളിലുണ്ടാവും. കഴിഞ്ഞ തവണത്തേതുപോലെ 20 കോൺഗ്രസ് MLAമാർ വിട്ടുകഴിഞ്ഞാൽ ആ പണി നിറവേറ്റുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും. സൈദ്ധാന്തികമായി ഈ പറയുന്ന ഫാഷിസത്തിനെതിരെ കുറേ കൂടി സംസാരിക്കാൻ പറ്റുന്നത് CPMകാർക്കാണ്, അല്ലെങ്കിൽ LDFലെ ജനപ്രതിനിധികൾക്കാണെന്ന് തോന്നൽ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും കൂടി LDFന് ഉണ്ടാകുന്നുള്ള തർക്കമില്ല. ബ്രിട്ടാസിൻ്റെ പ്രസംഗം പോലുള്ള റെഫറൻസുകളുണ്ട്. അതുമാത്രവുമല്ല ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിർണായകമായ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും, നിങ്ങൾ എന്ത് പ്രസംഗിച്ചു എന്ന് മാത്രമല്ലല്ലോ, ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് പ്രസംഗിച്ചു എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതും പ്രധാനമാണ്. അങ്ങനെ നോക്കുമ്പോൾ പോലും നിലപാടിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും LDFന് ഒരു മേൽക്കൈ ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ അത് LDFന് അഡ്വാൻറ്റേജ് ആവുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ഇത് UDF നേരത്തെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് 2019 അല്ല 2024 എന്നുള്ള കാര്യം UDFന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ സിറ്റിംഗ് MPമാർ തന്നെ മത്സരിക്കണമെന്ന് AICC വാശി പിടിക്കുന്നതുകൊണ്ടാണ്. കാരണം ഒരു പുതുമുഖത്തെ നിർത്തി ജയസാധ്യതയിൽ റിസ്ക് എടുക്കാൻ അവർക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന സുധാകരനോട് പോലും AICC മത്സരിക്കാൻ പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു സീറ്റിലും അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറില്ല. കാരണം കേരളത്തിൽ നിന്ന് കിട്ടുന്ന 19-20 സീറ്റ് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകവുമാണ്.
അതേസമയം LDF അവരുടെ രാഷ്ട്രീയ നിലപാടിനുള്ള അംഗീകാരം ജനങ്ങളിൽ നിന്ന് നേടിയെടുക്കുകയും വേണം. അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി പ്ലേസ്മെൻ്റാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതിൽ അവർക്ക് എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെയാക്കിയത് അവർക്കൊരു ചെറിയ മേൽക്കൈ ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കുറേ കൂടി പരമ്പരാഗതമല്ലാത്ത വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാനുള്ള ഒരു കുശാഗ്ര ബുദ്ധിയും പൊന്നാനി സ്ഥാനാർത്ഥിയിലൂടെ CPM കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിപ്പിക്കുന്നതെന്ന് കൂടി ആലോചിക്കുക. അതിലൊരു ഏറ്റവും വലിയ തമാശ ഈ പറയുന്ന ഹംസ കെ എസ് ഹംസ മുസ്ലിം ലീഗിലായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു കുഞ്ഞാലിക്കുട്ടി വിരുദ്ധനായിരുന്നു. കുഞ്ഞാലിക്കുട്ടി വിരുദ്ധർക്ക് കുഞ്ഞാലിക്കുട്ടിയോടുള്ള എതിർപ്പ് എന്താണ്? CPM-മായി കോംപ്രമൈസ് ചെയ്യുന്നുള്ളതായിരുന്നു. ആ വിഷയത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാൾ നേരെ പോയി പാർട്ടി ചിഹ്നത്തിൽ, സ്വതന്ത്രനായിട്ടല്ല, CPM-ൻ്റെ പാർട്ടി ചിഹ്നത്തിൽ ലീഗ് സ്ഥാനാർത്ഥിക്ക് ഇതിനെ മത്സരിക്കുന്നു എന്നുള്ളൊരു ഐറണി കൂടി നമ്മളിവിടെ കാണുകയാണ്. അതൊക്കെ പോട്ടെ. ഞാൻ നിഷാദ് ചോദിച്ച മറ്റൊരു കാര്യത്തിലൂടെ, ശോഭന തിരുവനന്തപുരത്ത് വരുമെന്നുള്ള ക്വസ്റ്റൻ ഉണ്ടല്ലോ. അതിൽ പ്രൊമോസാർ പറഞ്ഞാൽ എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട്. ശോഭന വരട്ടെ എന്നല്ല, ശോഭന വരാൻ പാടില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വർഗീയവാദം നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൽ. എനിക്ക് വളരെ വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. അതർവൈസ് ഒട്ടും വർഗീയവാദികളല്ലാത്ത ആളുകൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്നാൽ വോട്ട് ചെയ്യാം എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരോട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അതായത് കേരളത്തിൽ BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഒട്ടും വില പോകാത്ത ഒന്നാണ് വർഗീയത. അപ്പോൾ വർഗീയത വിറ്റുപോകാത്ത കേരളത്തിൽ പകരം വേറെ എന്ത് വയ്ക്കും എന്ന് വെച്ചപ്പോൾ ഇപ്പോൾ എന്താണ് പറയുക, ജനസേവനം, ആതുര സേവനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് നേടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ അത് സുരേഷ് ഗോപി അത് ശ്രമിച്ച് അത് നടക്കുമ്പോഴും പാർലമെൻറ്റിൽ ചെന്നിട്ട് അദ്ദേഹം കൈപൊക്കുന്ന എന്തിനു വേണ്ടിയാണ്? നിരപരാധികളുടെ വീട് ബുൾഡോസർ വച്ച് തകർക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അതായത് രാജ്യത്തെ വിഭജിക്കുന്ന നിയമങ്ങൾക്കും രാജ്യത്തെ വിഭജിക്കുന്ന നയങ്ങൾക്കും കൈപൊക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ശോഭന പാർലമെൻറ്റിൽ പോയിരുന്നിട്ട് അവിടെ തുപ്പുന്ന വിഷങ്ങൾക്കൊക്കെ കൈപൊക്കി വോട്ട് ചെയ്യുന്നൊരു സീൻ ആലോചിച്ച് നോക്കുക. അവരിനി എന്തുദ്ദേശത്തോടെ അല്ലെങ്കിലും, അപ്പോൾ അവരൊരു BJP അനുഭാവിയാണെന്നോ അവരൊരു സംഘപരിവാറിയാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവർ തന്നെ ഇപ്പോൾ മോദി ക്ഷണിച്ചൊരു പരിപാടിയിൽ വന്ന് പങ്കെടുത്തിട്ട് അവർ ആകെ ഒരു പോയിട്ട് ഒരു ഹ്യൂജ് ഫാൻ മൊമെൻറ്റ് എന്നാണ്. അവർക്ക് കൈയടിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടാണ് അവർ ആ ഫോട്ടോ ഇട്ടിട്ടുള്ളത്. അല്ലാതെ മോദിയുടെ ഫാനാണെന്നല്ല അവർ പറഞ്ഞിട്ടുള്ളത്. അവരിപ്പോഴും തൻ്റെ രാഷ്ട്രീയം തുറന്നു പറയാത്ത ആളാണ്. ഇപ്പം സുരേഷ് ഗോപി സമ്മർദ്ദം ചെലുത്തി അവിടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുവരുന്നതിന് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ഞാൻ മറ്റ് ചില കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന്, ശോഭന തിരുവനന്തപുരംകാരിയാണ്, അതുകൊണ്ടായിരിക്കും അവരെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുക. ഞാൻ കാണുന്നത് രാജീവ് ചന്ദ്രശേഖരനെ വെട്ടാനുള്ള അടവായിട്ടാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു ബേസ് ഇല്ല. അദ്ദേഹത്തിന് നിലവിലുള്ള ബേസ് ബാംഗ്ലൂരാണ്. പക്ഷേ ബാംഗ്ലൂർ അദ്ദേഹത്തിന് സീറ്റ് കിട്ടില്ല, BJP സീറ്റ് കൊടുക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥലം കേരളമാണ്. അപ്പോൾ അത് വെട്ടാനുള്ള കേരള നേതൃത്വത്തിൻ്റെ മറ്റാരുടെയോ താല്പര്യത്തിൻ്റെ പുറത്താണ് ശോഭന അവിടെ പ്ലേസ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ശശി തരൂരിനെയാണ് കുറച്ചുകൂടി വിശ്വസിക്കുന്നത്. തരൂരിൻ്റെ അടുത്ത സുഹൃത്താണ് ശോഭന എന്ന് പറയുന്നു. അത് ശരിയായിരിക്കാം. അപ്പോൾ അവരോട് ഫോൺ ചെയ്ത് പറഞ്ഞു ഞാൻ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞാൽ തരൂർ പറയുന്നതാവാനാണ് ശരി എന്നാണ് ഞാൻ കരുതുന്നത്. യെസ്, അതാണ് നമ്മൾ അവസാനം സംസാരിക്കുന്ന വിഷയം ഫലസ്തീനെക്കുറിച്ചാണ്. ഫലസ്തീനിലെ ആളുകളുടെ മരണം 30,000 കടന്നിരിക്കുന്നു. 10,000-ത്തിലധികം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. പട്ടിണിയാണ് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കഴിഞ്ഞ 23-നാണ് അവിടെ അവസാനത്തെ ഭക്ഷണത്തിൻ്റെ എയ്ഡ് വണ്ടി വന്നത് എന്ന് പറയപ്പെടുന്നു. ആളുകൾ മാരകമായ ദുരിതം അനുഭവിക്കുകയാണ്. റഫേലിലെ അവരുടെ അവസാനത്തെ അഭയകേന്ദ്രത്തിന് നേരെയും ഇപ്പോൾ വലിയ തോതിലുള്ള ബോംബിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ലോകം നിസ്സംഗമായി അതിനെ കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ അമേരിക്കയിൽ നമ്മളൊരു വാർത്ത കാണുന്നു. അമേരിക്കയിലെ ഇസ്രായേൽ എംബസിക്ക് മുമ്പിൽ ഒരു അമേരിക്കൻ എയർഫോഴ്സ് ഓഫീസർ ആരോൺ ഷെൽനി അദ്ദേഹം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ഈ വംശഹത്യയിൽ എനിക്ക് പങ്കാളിത്തമില്ല എന്നുറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അയാൾ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നത്. ഫലസ്തീൻ രാഷ്ട്രം എന്നത് അവരുടെ അവകാശമാണ് എന്നയാൾ ഉറക്കെ പറഞ്ഞു. അപ്പോൾ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഗതിയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച്, അമേരിക്കയ്ക്ക് പുറത്തും. കാരണം ഇങ്ങനെ മാനവരാശി അനുഭവിക്കുന്ന ഒരു വലിയ യാതനയെക്കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിക്കാൻ ഒരു മനുഷ്യൻ സ്വയം തീ കൊളുത്തുന്ന സംഗതി. അപ്പോൾ നമ്മൾ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും കണ്ടിൽ നടിച്ചാലും ലോകം എത്രയൊക്കെ അവഗണിക്കാൻ ശ്രമിച്ചാലും മനുഷ്യരുടെ ഉള്ളിൽ വലിയ മുറിവുണ്ടാക്കുന്നുണ്ട്. ഇത് മനുഷ്യരെ വേദനിപ്പിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ഓരോ കോണിൽ വരുന്ന മനുഷ്യർ സങ്കടത്തോടെ, വിഷമത്തോടെ, കുറ്റബോധത്തോടെ ഫലസ്തീനിലെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിലേക്ക് ആരോണിൻ്റെത് ഒരു രക്തസാക്ഷിത്വമാണ്. മാനവരാശിയുടെ നിലനിൽപ്പിന് വേണ്ടി, മാനവരാശി എന്ന ആശയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രക്തസാക്ഷിത്വമാണ്. അതിന് നമ്മൾ അമേരിക്കക്കാരനായ ഒരു മനുഷ്യനെന്ന് കൂടി പ്രത്യേകമായി കാണണം. അമേരിക്ക ഈ യുദ്ധത്തിന് ഫണ്ട് ചെയ്യുമ്പോൾ, ഈ യുദ്ധത്തിന് ആയുധങ്ങൾ കൊടുക്കുമ്പോൾ അമേരിക്കൻ സർക്കാരിൻ്റെ നയത്തിനെതിരായിട്ട് അവിടെ ഒരു പ്രതിഷേധം ഉയർത്താൻ, അതിന് തീ കൊളുത്താൻ ഒരാൾ തയ്യാറായി വരുന്നു, സ്വന്തം ജീവിതം ബലിയർപ്പിക്കാൻ എന്നാണ്. സാറിന് തന്നെ തോന്നുന്നു? ഞാൻ ആ വീഡിയോ കാണുകയായിരുന്നു. സത്യത്തിൽ അയാൾ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം ഇത് പറയുന്നുണ്ട്, ഞാനൊരു എക്സ്ട്രീമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റാണ് നടത്താൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ
ഗസയിലെ ജനങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായി തട്ടിച്ചു നോക്കിയാൽ അത്ര എക്സ്ട്രീമാണെന്ന് പറയാനും കഴിയില്ല എന്ന് പറയുന്നത്. ആ വാചകത്തിൽ നമ്മൾ ഒരാൾ മരിക്കാൻ പോകുന്ന സമയത്ത് പറയുന്നൊരു വാചകമാണ് അത്. അതിനേക്കാൾ സത്യസന്ധമായി മറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ US ഫോഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ട് ആക്റ്റീവ് യൂണിറ്റ് മെമ്പർ എന്ന് തന്നെയാണ് സ്വയം അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഇത് കാണുന്ന ഒരു അമേരിക്കൻ സൈനികൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ആ വിക്ഷോഭം അത് എത്ര കണ്ട് വലുതാണ് എന്നുള്ളത് നമ്മൾ കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഗസയിൽ നമ്മൾക്ക് ഈ വിദൂരത്തിരുന്നു കൊണ്ട് കാണുന്ന കാഴ്ചകളെ നേരിട്ട് അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും പിന്നെ ഈ നിലയിൽ ഒരുപക്ഷെ ഇസ്രായേൽ എംബസികൾക്ക് മുന്നിൽ കൂട്ടമരണം നടത്തുന്ന ആളുകളായി മാറും എന്നെനിക്ക് തോന്നുകയാണ്. കാരണം വെച്ചാൽ അത്ര കണ്ട് നമ്മളാരും ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് അത്. അവിടുന്ന് ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പിന്നെ റിപ്പോർട്ടുകൾ നമുക്ക് ഓരോന്നോരോന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ഒന്നാമതായിട്ട് വിശക്കുന്ന മനുഷ്യരാണ് ഗസയിൽ ഉടനീളം വിശക്കുന്ന മനുഷ്യരെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. 500 ട്രക്ക് വരെ പോയിക്കൊണ്ടിരുന്ന എയ്ഡ് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് 85-90 ട്രക്കാണ് ഇപ്പോൾ ഭക്ഷണം വിതരണം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ആകെ എയർ ഡ്രോപ്പ് ചെയ്യുന്ന കുറച്ച് ജോർദാനിലും മറ്റുമൊക്കെ എയർ ഡ്രോപ്പ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ഭീകരമായ അവസ്ഥയാണ് അവിടെ ഇപ്പോൾ നിലവിലുള്ളതെന്ന് കാണണം. എന്നിട്ട് നമ്മൾ തൊട്ടു പിന്നാലെ കാണുന്നത് എന്താണ്? തൊട്ടു പിന്നാലെ ഈ ഡീൽ, അതായത് പാരീസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏകദേശ ധാരണയായെന്ന് പറയുന്ന ആ ഡീലിനോട് പ്രതികരിച്ചുകൊണ്ട് നെതന്യാഹു നടത്തുന്ന പരാമർശങ്ങൾ എന്താണ്? ഇപ്പോൾ പിന്നെ ഈ റഫേൽ തമ്പടിച്ചിട്ടുള്ള 14 ലക്ഷം മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്ക് നേരെ കരയാക്രമണം ഇനി നടത്താനിരിക്കുന്നതേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ആത്യന്തികമായി യുദ്ധം അവസാനിപ്പിക്കലല്ല. ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ റംദാൻ മാസം തുടങ്ങാൻ പോകുന്നു. ആ ഒരു മാസത്തേക്കുള്ള ഒരു ടെമ്പററി സംഗതിയാണ്. ഒരു 6 ആഴ്ചത്തേക്കൊക്കെ ഒരുപക്ഷെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വെടിനിർത്തലാണ് ഇപ്പോഴും ആലോചനയിലുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനുശേഷം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പ്രഖ്യാപിക്കാൻ പോലും ഇപ്പോഴും ഈ മനുഷ്യന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതും നാട്ടിൽ നിന്ന് പോലും അത്രയധികം പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഒക്കെ നേരിടുന്നു. ഇപ്പോൾ ഇനി ഇതിന് ശേഷം സ്വാഭാവികമായി ഈ യുദ്ധം അവസാനിച്ചതിന് ശേഷം പോലും ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ ഗസയുടെയും വെസ്റ്റ് ബാങ്കിൻ്റെയും കാര്യത്തിൽ നടപടികൾ എടുക്കാൻ പോകുന്ന ഒരാളാണ് താനെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കാൻ ആ ഭരണാധികാരിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനിടയിലാണ് നമ്മൾ കണ്ടത് ICJയുടെ നിർദ്ദേശങ്ങൾ വന്നു. 6 നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിനുള്ള അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കേണ്ട ദിവസമായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് മാറ്റമാണ് അവിടെ ഗ്രൗണ്ടിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ്. ജനസൈഡ് എന്ന് പറയുന്ന സംഗതി, അതിൻ്റെ ജനസൈഡ് പിന്നെ സമ്മിറ്റിൻ്റെ 2ാമത്തെ ആർട്ടിക്കിൾ വെച്ചിട്ടുള്ള നടപടികൾ എടുക്കാനുള്ള നിർദ്ദേശങ്ങൾ പാടെ അവഗണിച്ചു എന്നല്ലാതെ ഇപ്പോൾ നമുക്ക് മറ്റൊന്നും പറയാനില്ല. അപ്പോൾ ഏത് നിലക്കും മനുഷ്യവിരുദ്ധവും എന്താ പറയുക രാജ്യാന്തര കുറ്റകൃത്യമെന്ന് നമുക്ക് പറയുകയും ചെയ്യാവുന്ന തരത്തിലുള്ള നടപടികൾ തുടരുകയാണ്. അതിനിടയിൽ ഈ മനുഷ്യൻ്റെ ഈ ഒരു നടപടി കാണുമ്പോഴാണ് നമുക്കത് യഥാർത്ഥത്തിൽ അപ്പോൾ അമേരിക്കയിൽ ഒന്നുമില്ലെങ്കിൽ ഈ ഭരണകൂടം അമേരിക്കൻ ഭരണകൂടം എത്ര കണ്ട് ഇസ്രായേൽ പക്ഷപാതിത്വം കാണിക്കട്ടെ, എന്തുണ്ടെങ്കിൽ തന്നെയും ഒരു ജനാധിപത്യ മൂല്യം അമേരിക്കൻ ജനസമൂഹത്തിനുള്ളിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് അവിടെയൊക്കെ പ്രൊട്ടസ്റ്റ് നടന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറിയ ചില എന്താ പറയുക ഈ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു വേവലുണ്ട്. അമേരിക്കൻ സൊസൈറ്റിക്കകത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ ഒരു ഉള്ളിലൊരു വേവലുണ്ട്. അതിൻ്റെയൊക്കെ ചില സൂചനകളാണ് ഒരു സൈനികൻ തന്നെ ഇങ്ങനെ ഒന്ന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നതിൽ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അജിംസനം, ഈ പർട്ടിക്കുലർ ഇഷ്യൂവിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഏരിയ എന്താണെന്ന് തോന്നുന്നത്? ഞാൻ ഈ സംഭവം കണ്ടപ്പോൾ എനിക്ക് TV ചന്ദ്രൻ്റെ ഒരു സിനിമയാണ് ഓർമ്മ വന്നത്, കഥാവശേഷം, ദിലീപ് നായകനെ. അതൊരു സിനിമയുടെ തുടക്കത്തിൽ ഓപ്പണിംഗ് ഷോ എടുത്തു. ദിലീപ് രാവിലെ എഴുന്നേൽക്കുന്നു, ഷേവ് ചെയ്യുന്നു, പല്ല് കഴിക്കുന്നു, കുളിക്കുന്നു, നേരെ പോയി ആത്മഹത്യ ചെയ്യുന്നു. പത്രം വായിക്കുന്നു, നേരെ പോയി ആത്മഹത്യ ചെയ്യുന്നു. എനിക്ക് ഭയങ്കരമായി എന്നെ സ്വാധീനിച്ചൊരു സിനിമയാണ്, വ്യക്തിപരമായി സ്വാധീനിച്ചൊരു സിനിമയാണ്. ദിലീപ് എന്ന നടനോട് എന്തൊക്കെ വിയോജിപ്പുണ്ടെങ്കിൽ പോലും ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ അഭിനയിച്ച ദിലീപിനോട് എനിക്ക് ബഹുമാനമുണ്ട്. ആ സിനിമ സംവിധാനം ചെയ്ത TV ചന്ദ്രനോട് ബഹുമാനമുണ്ട്. ആ സിനിമ ഗുജറാത്ത് കലാപത്തോടുള്ള റിയാക്ഷനായിരുന്നു. ഞാൻ അത് ആലോചിക്കുമ്പോൾ എനിക്ക് പിന്നെ എന്നെ വളരെ ഇമോഷണലി ബാധിക്കുന്നൊരു മനുഷ്യൻ സഞ്ജീവ് ഭട്ടാണ്. ഈ സിനിമയിലെ കഥാപാത്രം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായിട്ട് ഞാൻ പിന്നെ കാണുന്നത് സഞ്ജീവ് ഭട്ടിലാണ്. കാരണം ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളും ഇടപെടേണ്ടതില്ലാത്ത ഒരു ബ്യൂറോക്രാറ്റ്. അദ്ദേഹം സത്യം വിളിച്ച് പറഞ്ഞ് ജയിലിൽ പോയി കിടക്കുകയാണ്. വർഷങ്ങളായി ഇല്ലാത്ത കേസുകളുണ്ടാക്കി 2 കേസുകൾ അദ്ദേഹത്തിന് ശിക്ഷ ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പോലും അല്ലെങ്കിൽ ഹർജികളുമായി സുപ്രീം കോടതി ചെല്ലുമ്പോൾ ഓടിക്കുകയാണ് നടന്നത്. അതായത് ഒരു തരത്തിലും അദ്ദേഹത്തിനെ ബാധിക്കാത്തൊരു വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. ഇവിടെ അതേ ഒരു മനുഷ്യനാണ് നമ്മൾ കാണുന്നത്.
അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം 25 വയസ്സുള്ളൊരു യുവാവാണ്. വളരെ ഓമനത്തമുള്ള മുഖമുള്ള 25 വയസ്സുള്ളൊരു യുവാവ്. ആ യുവാവ് എന്താണ് IT വിദഗ്ധനാണ്. എയർഫോഴ്സിൽ US എയർഫോഴ്സിൽ ആ ജോലിയാണ് ചെയ്യുന്നത്. ആ ജോലി ചെയ്തതിന് വീട് നോക്കിയിരുന്നാൽ മതി. ഭൂരിഭാഗം അമേരിക്കക്കാരെയും പോലെ വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ മതി. ഒരു കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചാൽ മതി. എന്തിനായിരിക്കും അദ്ദേഹം അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് മനുഷ്യത്വം എന്ന് പറയുന്നതിൻ്റെ ഒരു ഏറ്റവും ഉയർന്ന രൂപമാണ് നമ്മളാ കാണുന്നതെന്ന് പറയാം. യുദ്ധത്തിനെതിരെ ഇത്തരം സംഭവങ്ങൾ പിന്നെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിയറ്റ്നാം യുദ്ധത്തിനെതിരെ അമേരിക്കയിൽ ഇതുപോലുള്ള പ്രതിഷേധം, ദേഹത്ത് തീകൊളുത്തി പ്രതിഷേധിച്ച് സൂയിസൈഡ് ചെയ്ത ആളുകളുണ്ട്. അമേരിക്കയിൽ തന്നെയുണ്ട്, വിയറ്റ്നാമിൽ ചെയ്തിട്ടുണ്ട്. വിയറ്റ്നാമിൽ ബുദ്ധസന്യാസിമാർ ചെയ്തിട്ടുണ്ട്. നമ്മൾ തിബത്തിനെതിരെയുള്ള ചൈനയുടെ അതിക്രമത്തിനെതിരെ തിബത്തൻ സന്യാസിമാർ അത് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഒരു കോസിന് വേണ്ടി, അതൊരു ആത്മഹത്യ എന്ന് പറയാൻ കഴിയില്ല, ഒരു കോസിന് വേണ്ടി അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ. ഇപ്പോൾ വിയറ്റ്നാം യുദ്ധകാലത്ത് നമ്മുടെ വിവരസാങ്കേതികവിദ്യ ഇത്ര വികസിച്ചിട്ടില്ല, വിവരങ്ങൾ അറിയുന്നില്ല, പത്രങ്ങളിൽ വരുന്ന വാർത്തകളാണ്. അത് തന്നെ അമേരിക്കൻ പത്രങ്ങളാകട്ടെ, അമേരിക്കയിൽ അതൊക്കെ ഒരു തരത്തിൽ ഡൈല്യൂട്ട് ചെയ്തായിരിക്കും അവതരിപ്പിക്കുന്നുണ്ടാവുക. ഇതങ്ങനെയല്ല. ഇതിൽ ദൃശ്യങ്ങൾ മാനവരാശി മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന യുവതലമുറ, ഈ ആരോണിൻ്റെ പ്രായം വളരെ പ്രസക്തമാണ്. 25 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇത് ആരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക? ഇപ്പോൾ വിയറ്റ്നാം യുദ്ധകാലത്ത് മരിച്ചവരൊക്കെ പ്രായമായ ആളുകളാണ്, 40 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. ഇതങ്ങനെയല്ല. ഒരു ചെറുപ്പക്കാരൻ അത് സൂയിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ പ്രതിഷേധാഗ്നി പേറുന്ന പുതിയ തലമുറ അമേരിക്കയിൽ മാത്രമല്ല പാശ്ചാത്യ ലോകത്ത് മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് എന്നതിനൊരു തെളിവ് കൂടിയാണ്. മറ്റൊരു കാര്യം, ഇത് സംഭവിച്ചത് നമ്മളിവിടെ നിരന്തരം പറയാറുള്ള അറബ് സ്ട്രീറ്റിലല്ല എന്ന് കൂടി ആലോചിക്കുക. ഈ പ്രൊട്ടസ്റ്റ് നടന്ന അറബ് സ്ട്രീറ്റിലല്ല, ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നത് അമേരിക്കയിലാണ്. അമേരിക്ക ഇതിൽ നേരിട്ട് പങ്കെടുക്കുന്ന, ഈ ജനസൈഡിൽ നേരിട്ട് പങ്കെടുക്കുന്നു എന്നല്ല, ഈ ജനസൈഡിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, മനുഷ്യത്വം നമ്മൾ മരവിച്ചിട്ടില്ല. ഈ ജനസൈഡ് കണ്ടുകൊണ്ട് മനുഷ്യൻ നോക്കി നിൽക്കുന്നില്ല, മനുഷ്യർ പ്രതിഷേധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ആശാവഹമാണ്. പക്ഷേ വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് എങ്കിൽ പോലും മനുഷ്യർക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്തേക്ക് ഒഴുക്കാൻ കഴിയാത്ത വിധം വീർപ്പ് മുട്ടുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ വംശഹത്യക്ക് മുമ്പിൽ ആളുകളുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസമായിട്ട് തന്നെ കാണണം. അതേസമയം തന്നെ ആ യുവാവിൻ്റെ രക്തസാക്ഷിത ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അത് ദൗർഭാഗ്യകരമായി പോവുകയും ചെയ്തു. യെസ്, മാനവരാശി എന്ന ആശയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രക്തസാക്ഷിത്വമാണ് അത്. രക്തസാക്ഷികളുടെ ത്യാഗം വിഫലമാവാതിരിക്കട്ടെ. നമുക്കിനി നാളെ ഇരിക്കാം. നമസ്കാരം.